മാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരുടെയും ആത്മാർത്ഥവും നിസ്തുല്യവുമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. എന്തെന്നാൽ ശ്രീരേഖ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും ഇനി മുതൽ കണ്ടന്റുകൾ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ സിജോയുമായി സംസാരിക്കുന്ന സമയത്താണ് ശ്രീരേഖ കുറച്ച് സങ്കടമുളവാക്കുന്നതാണെങ്കിലും വേദനാജനകമായ ആ തീരുമാനം ഉറപ്പായി പ്രഖ്യാപിച്ചത്. അതെ, ഇനി നാളെ മുതൽ താൻ കണ്ടന്റ് കൊടുക്കാൻ പോവുകയാണത്രേ. ഇന്നലെ ലാലേട്ടനും തന്നോട് നിർബന്ധമായി പറഞ്ഞു, വെറുതെ നടന്ന് കരയാതെ പ്രേക്ഷകർക്ക് രസിക്കത്തക്കവണ്ണം എന്തെങ്കിലും കൊടുക്കാൻ. അപ്പം ലാലേട്ടൻ കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പഴയ ഉടായ്പകളൊക്കെ കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് നടക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനി മുതൽ കാണാൻ റെഡിയായിരുന്നുള്ളൂ. ഈ ഊളത്തരങ്ങളൊക്കെ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന സമയത്ത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, ഈ കഴിഞ്ഞ 60 ദിവസക്കാലം നിങ്ങൾ അവിടെ എന്തിനായിരുന്നു നിന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന 40 ദിവസക്കാലത്തോളം കണ്ടന്റ് കൊടുക്കാൻ പോവുകയാണത്രേ. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ നിന്ന വേദിയോട് യാതൊരു തരത്തിലുള്ള നീതിയും ആത്മാർത്ഥതയും നിങ്ങൾക്ക് പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇത്രയും നാളോടെ സർവൈവ് ചെയ്തത്? നിങ്ങളവിടെ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഫേക്ക് ആയിരുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ പൊതുജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തൊന്നും പുറത്തു വന്നിരിക്കുന്നത്? നിങ്ങൾ ആളൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മനഃശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളുടെയും ബാലപാഠം ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ പല സംസാര രീതികളും പല പ്രതികരണങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാമാന്യ ബുദ്ധിയുള്ളവർ പോലും പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് സൈക്കോളജി പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംശയമുണ്ട് ഇതൊക്കെ പഠിച്ച കാര്യം തന്നെയാണോ എന്ന്. ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങളൊക്കെ മുമ്പ് കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചത്. സൈക്കോളജി പഠിച്ച ആളാണോ ഈ പണിയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന്. അപ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞാൻ അതൊരു വാശി തീർക്കുവാൻ വേണ്ടി പഠിച്ചതാണ്, അല്ലാതെ വേറെ കാര്യമായിട്ട് പ്രയോജനം കിട്ടും എന്നുള്ള ചിന്തയിലൊന്നും ചെയ്തതല്ല എന്ന്. ആ വാക്കുകളാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ബിഗ് ബോസിനകത്തേക്ക് വന്നതും ആരോടെങ്കിലും വാശി തീർക്കുവാൻ വേണ്ടിയാണോ? കാര്യമായിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല, എങ്കിലും അവിടേക്കൊന്ന് പോയി ആൾക്കാരെ കബളിപ്പിച്ചേക്കാം എന്നുള്ള ചിന്തയിൽ തന്നെയാണോ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത്? അതോ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് പുലർത്തിക്കൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തുടക്കം മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവന്ന് അവിടെ ഒരു നല്ല ഗെയിമർ ആകുവാൻ പരമാവധി പരിശ്രമിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ പലരുടെയും നിഴലിൽ നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ പവർ ടീം ഉണ്ടാക്കിയത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോകും. ഏതു നേരത്താണോ പവർ ടീം എന്ന് പറയുന്ന ഒരു നശിച്ച സങ്കല്പം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. സത്യം, പവർ ടീം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കക്ഷി എന്നേ ആ വീട്ടിൽ നിന്ന് പോയിട്ട് മിടുക്കന്മാരും മിടുക്കികളും അവിടെ കളിക്കുന്നത് വീട്ടിലെ TV-ക്കകത്ത് കൂടി കണ്ട് സായുജ്യമടഞ്ഞേനെ. എന്തായാലും പ്രേക്ഷകരോട് നീതി പുലർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ചറപറാന്ന് കണ്ടന്റുകൾ വാരി വിതറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരു പടച്ചട്ടയും ഹെൽമെറ്റും ഒക്കെ ധരിച്ചുകൊണ്ട് വേണം TV-യുടെ മുൻപിൽ ഇരിക്കുവാൻ. ഇല്ലെങ്കിൽ അസ്ഥാനത്തൊക്കെ പലതും വന്ന് വീഴാൻ സാധ്യതയുമുണ്ട്. എന്തായാലും അടുത്ത ദിവസം മുതൽ വെള്ളിത്തിരയിൽ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച അഭിനയ കുലപതികളെ അനുസ്മരിപ്പിക്കുമാറുള്ള പ്രകടനമായിരിക്കും ശ്രീരേഖ എന്ന അഭിനേത്രിയിൽ നിന്നും ബിഗ് ബോസ് മലയാളം സീസൺ 6 ലഭിക്കുവാൻ പോകുന്നത്. കാത്തിരുന്ന് നമുക്കും അത് കാണാം.